നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മരണഭീതി പിടികൂടിയിട്ടുണ്ടോ? അദ്ദേഹത്തെ മരണഭീതി പിടികൂടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർത്തുന്നതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വരുത്തിയ വലിയ മാറ്റങ്ങളാണ്, ലോകശ്രദ്ധ നേടിയ മാറ്റങ്ങളാണ്. ഖത്തർ അദ്ദേഹത്തിന് വലിയൊരു ആഡംബര വിമാനം സമ്മാനിച്ചിരുന്നു. ആ വിമാനം തൻ്റെ ഔദ്യോഗിക വിമാനമാക്കി കൊണ്ടു നടക്കുകയായിരുന്നു ട്രംപ് ഈ കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ തുർക്കിയിൽ ഈ കഴിഞ്ഞ ദിവസത്തെ അവസാനിച്ച നാറ്റോ സമ്മേളനത്തിന് ശേഷം മടങ്ങിയ ട്രംപ് ആ വിമാനം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കൈവിട്ടു എന്നല്ല, അതിപ്പോഴും ട്രംപിൻ്റെയും അമേരിക്കയുടെയും സ്വന്തം തന്നെയാണ്. പഴയ എയർഫോഴ്സ് വണ്ണിലേക്ക് മാറിക്കയറുകയും മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ട്രംപിൻ്റെ ആ വിമാനത്തിലുള്ള എല്ലാവരോടും, സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിന് ഉൾപ്പെടെയുള്ളവരോട് ജാലകങ്ങളുടെ ഷട്ടർ അടച്ചിടുവാനും ഈ വിമാനത്തിൻ്റെ ഒരു ലൈവ് ലൊക്കേഷൻ ഉണ്ടല്ലോ, യഥാസമയം വിമാനം എവിടെയാണ് എന്നറിയുവാൻ കഴിയുന്ന രീതിയിൽ സിഗ്നലുകൾ പുറത്തേക്ക് അയക്കുന്ന ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിടുവാനും നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ട്രംപിനോട് പിന്നീട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില്ലറ സുരക്ഷാ കാരണങ്ങളാലാണ്, എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ പതിവ് ഒരു ഒഴിഞ്ഞു മാറലുണ്ടല്ലോ. എന്നാൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇറാൻ്റെ കിൽ ലിസ്റ്റിൽ വധിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ, ഇറാൻ്റെ ഭാഗത്തു നിന്ന് തയ്യാറാക്കപ്പെട്ട പട്ടികയിൽ ഒന്നാമൻ താനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുമുണ്ട്. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികളും അവരുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നത് ഇത് കളി വേറെയാണ്, ഇത് ഭീഷണി ഭയന്ന് തന്നെയാണ് മാറിയിരിക്കുന്നത്. പക്ഷേ ഇറാനെ അല്ല ട്രംപ് ഇപ്പോൾ ഭയക്കുന്നത്, ഖത്തർ എന്ന രാജ്യത്തെയാണ്. കാരണം ഖത്തർ എന്ന രാജ്യം ഒരിക്കലും വിശ്വസനീയമായൊരു സൗഹൃദം ആരോടും പുലർത്തുന്ന ഒരു രാജ്യമല്ല. അടിസ്ഥാനപരമായിട്ട് ജിഹാദി മനോഭാവം ഒരുപക്ഷെ ഇറാനേക്കാളും ഉള്ളിൽ സൂക്ഷിക്കുന്ന, ലോകത്തെ മുഴുവൻ തങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് ഇസ്ലാമികവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, തങ്ങൾക്ക് സത്യത്തിലുള്ള ശക്തിയേക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്ന് ഭാവിക്കുന്ന, എല്ലാ ജിഹാദി വിഷയങ്ങളിലും തലയിടുന്ന ഇടനിലക്കാരായി പ്രത്യക്ഷപ്പെടുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അത്തരത്തിലൊരു രാജ്യം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാനോടൊപ്പം മധ്യസ്ഥത വഹിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പോലൊരു വ്യക്തി, ആരെയും വിശ്വസിക്കാത്തൊരു വ്യക്തി, അതിനുമപ്പുറം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലൊരു രാജ്യം നൽകിയ വിമാനത്തെ പൂർണ്ണമായും വിശ്വസിക്കുമെന്ന് മറ്റ് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും കരുതുന്നില്ല. ഒരുപക്ഷെ ഖത്തറിനെ ആവാം ട്രംപ് ഭയക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ വിമാനത്തിൽ എന്തെങ്കിലും ഒരു കൃത്രിമമൊക്കെ ചെയ്യുവാൻ സാധിച്ചാൽ, അവരുടെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ട വിമാനമാണല്ലോ, ഒരുപക്ഷെ അമേരിക്കയുടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഈ വിമാനത്തിനെ പൂർണ്ണമായും പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയാൽ പോലും 1% ചാൻസ്, എന്തെങ്കിലും 1% ഒരു പിഴവിൻ്റെ സാധ്യത കിടപ്പുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ രാഷ്ട്രപതിയുടെ ജീവന് തന്നെ അപകടമോ. അമേരിക്കയുടെ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ അത് ട്രംപ് ആകട്ടെ, ജോ ബൈഡൻ ആവട്ടെ, ബാരക് ഒബാമയാവട്ടെ, ബിൽ ക്ലിൻ്റൺ ആകട്ടെ, കെന്നഡി ആകട്ടെ, ആരുമാകട്ടെ, ആ രാഷ്ട്രപതിയുടെ ജീവൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവനും അപ്പുറത്തുള്ളതാണ്, ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ്. മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വെച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അമേരിക്കൻ രാഷ്ട്രപതിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അമേരിക്കയുടെ മുന്നിലുള്ള ഏക മാർഗ്ഗം ആണവായുധ പ്രയോഗമാണ്, ഇറാനെ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ യഥാർത്ഥ ഉത്തരവാദി ഒരു പക്ഷേ ഖത്തറാണെങ്കിൽ അത് രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തു വരുന്നതുവരെ ഖത്തറിനെ ഒന്നും ചെയ്യുവാനും അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇറാനെ തുടച്ചു നീക്കുവാൻ ആണവായുധങ്ങളുടെ പ്രയോഗം അമേരിക്ക കയ്യിലെടുക്കേണ്ടി വരികയും ചെയ്യും. അത്തരത്തിലൊരു യുദ്ധതന്ത്രത്തിലേക്ക് അവർ നീങ്ങുകയും ആവശ്യമായി വരും. കാരണം അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അമേരിക്ക ലോകശക്തിയാണ്, ലോക പോലീസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാലത്താണ് അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന് ജീവൻ നഷ്ടപ്പെടുന്നതെന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സാങ്കല്പികമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഖത്തറിനെ ആക്രമിക്കാൻ പിന്നെ സമയമെടുക്കും. ഒരുപക്ഷെ ഖത്തർ ആക്രമിക്കപ്പെടുക തന്നെ ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കൂ, ഇതിൽ ഈ കളി എങ്ങനെ പോയാലും, ഈ നാണയം എങ്ങനെ വീണാലും ഖത്തറിന് ലാഭമാണ്. മധ്യസ്ഥനായി നിന്ന് ഒരു സമവായത്തിലെത്തിക്കുവാൻ സാധിച്ചാൽ, ഇറാനെയും അമേരിക്കയും ഒരു സമവായത്തിലെത്തിക്കുവാൻ സാധിച്ചാൽ അതിൻ്റെ മേന്മ ഖത്തറിന് കിട്ടും. ഈ വാഴ നനയുമ്പോൾ ചീര നനയുന്നത് പോലെ പാകിസ്ഥാനും കിട്ടുമായിരിക്കും. 1-2 തുള്ളി ചായ വാങ്ങാനുള്ള കാശ് പോലും കയ്യിലില്ല എന്നുള്ള കാര്യം വേറെ. പക്ഷേ ഖത്തറും ആയിട്ടൊരു സൗഹൃദമുണ്ടാകും. അമേരിക്കയുടെയും ഇറാൻ്റെയും മുമ്പിൽ അവരുടെ പ്രതിച്ഛായ മെച്ചപ്പെടും. കൂടുതൽ ഭിക്ഷാപാത്രത്തിലേക്ക് വന്നു വീഴും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടാകും. ഖത്തറിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ നേട്ടമാണ്. ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഖത്തറിൻ്റെ നില തന്നെ വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. ഇനി നാണയം മറിഞ്ഞാണ് വീഴുന്നത്. ട്രംപിനെ പോലൊരാൾ കൊല്ലപ്പെടുകയും
ഇറാനെ പോലൊരു രാജ്യത്തെ അമേരിക്ക തുടച്ചു നീക്കുകയും ചെയ്യുകയാണെങ്കിലും എണ്ണ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഭയമില്ലാതെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടുന്ന ഖത്തർ ഇപ്പോഴുള്ള സമ്പത്തിനെ 1000 മടങ്ങോ 10000 മടങ്ങോ ആയി വർദ്ധിപ്പിച്ച് ലോകത്തെ വലിയൊരു ശക്തിയായി ഉയർന്നു വരുവാനുള്ള പാത സ്വയം വെട്ടിത്തുറക്കുകയും ചെയ്യും. നാണയം എങ്ങനെ വീണാലും ലാഭമാർക്കാണ്? വീണ്ടും പറയുന്നു, അത് ഖത്തറിനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അമേരിക്കൻ രാഷ്ട്രപതിയുടെ ജീവനെ സംബന്ധിച്ചുള്ള ഭയം ഇറാനെ പ്രതിയാണ് എന്നുള്ള ഒരു ബിംബം പുറത്തു കാട്ടി ഖത്തറിനെ പ്രതിയാണെന്നുള്ള വിവരം മറച്ചു വെച്ച് ഇത്തരത്തിൽ വിമാനങ്ങൾ വെച്ച് മാറി അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് യാത്ര ചെയ്യുവാൻ നിർബന്ധിതനായത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ട്രംപിന് ഖത്തറിനെയാണോ ഇറാനെയാണോ ഭയം, അതോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അദ്ദേഹം ഭയക്കേണ്ടത് തന്നെയാണോ? പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്തായാലും യോജിപ്പായാലും വിയോജിപ്പായാലും ഈ ചോദിച്ച ചോദ്യങ്ങളുടെ രസകരമായ ഉത്തരങ്ങളായാലും അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.